ഏവരെയും പുതിയ വാർത്തകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഏതൊരു യുദ്ധത്തിലും എതിരാളി ദുർബലനാണെങ്കിൽ പോലും എത്ര ശ്രമിച്ചിട്ടും യുദ്ധം ജയിക്കാനോ അവസാനിപ്പിക്കാനോ കഴിയുന്നില്ലെങ്കിൽ ഏത് ശക്തമായ രാഷ്ട്രമാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, നിലവിളിച്ചു പോകും എന്നുള്ളതാണ് സത്യം. ദുർബലനായ എതിരാളി പിടിവിടുന്നുമില്ല, എന്നാൽ അവർ ജയിക്കുകയുമില്ല. ഈ അവസ്ഥയിലാണ് ഇസ്രായേൽ അമേരിക്കൻ മല്ലത്തരത്തിൻ്റെ ട്രൗസർ പതിയെ ഊരിപ്പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കൂടുതൽ ആളുകളെ കൊന്നും പരിക്കേൽപ്പിച്ചും ജീവിത സൗകര്യങ്ങൾ മുഴുവൻ തകർത്ത് കളഞ്ഞിട്ടും യുദ്ധം അവസാനിക്കാതെ ശത്രു പോരാളികൾ പിന്നെയും വളർന്ന് മുന്നിൽ തന്നെ നിൽക്കുന്ന ഗസ യുദ്ധം ലോക യുദ്ധ ചരിത്രത്തിൽ തന്നെ ആദ്യത്തേതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എപ്പോൾ അവസാനിക്കുമെന്നോ എങ്ങനെ അവസാനിപ്പിക്കുമെന്നോ ആർക്കും പറയാനാവാത്ത ഒരു യുദ്ധ സാഹചര്യമാണ് ഗസയിൽ ഇസ്രായേലിനും അമേരിക്കയ്ക്കും മുന്നിൽ വന്നു പെട്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ശരിക്കും ഈ യുദ്ധത്തിലൂടെ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും അഭിമാനത്തിന് മേലെയാണ് ഹമാസ് പിടിമുറുക്കിയിരിക്കുന്നത് എന്നതാണ് രസകരമായ ഒരു പ്രത്യേകത. കാരണം അമേരിക്കയോ ഇസ്രായേലോ ഒരു യുദ്ധ പരിസമാപ്തിക്കോ സന്ധിക്കോ ശ്രമിച്ചാൽ അവർ യുദ്ധം തോറ്റു, ഹമാസിന് മുന്നിൽ കീഴടങ്ങി സന്ധിക്കു ചെന്നു എന്ന് പരിഹാസം കേൾക്കേണ്ടി വരികയാണ്. ഇനി അതല്ല, ഗസയെ ആക്രമിക്കാമെന്ന് കരുതിയാൽ പോലും അതിനും കുറ്റപ്പെടുത്തലും പരിഹാസവുമാണ് ഇവർ കേൾക്കേണ്ടി വരുന്നത്. ഈ നിരായുധരായ കുട്ടികളെയും സ്ത്രീകളെയും കൊന്നൊടുക്കുക എന്നുള്ളത് വലിയ വീരത്വമല്ലെന്ന് ലോകത്തുള്ള എല്ലാവരും ഈ രാജ്യങ്ങളെ പരിഹസിക്കുകയാണ്. തന്നെയുമല്ല, ഹമാസ് ഇറാന്റെ വെറും ഒരു പ്രോക്സി സംഘടനയാണെന്നും ഇറാനെ ആക്രമിക്കാൻ ധൈര്യമുണ്ടെങ്കിൽ അങ്ങോട്ട് ചെല്ലു, അല്ലാതെ ഗസയിലെ കുട്ടികളെ കൊന്നല്ല ധൈര്യം കാണിക്കേണ്ടത് എന്നുള്ള ഒരു വെല്ലുവിളിയും ഇവർ നേരിടുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ശരിക്കും ചെകുത്താനും കടലിനും നടുവിലാണ് ഈ നെതന്യാഹുവും ട്രംപും ഇപ്പോഴുള്ളത്. ഗസയിലെ ആക്രമണം അവസാനിപ്പിക്കും വരെ ഇനി മുതൽ ഇസ്രായേലിലെ ബെൻഗുരിയോൺ വിമാനത്താവളം മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് ആക്രമിക്കും എന്നാണ് ഹൂത്തികൾ പുതിയ പ്രതിജ്ഞ എടുത്തിരിക്കുന്നത്. ഈ ഗറില്ലകളെ കീഴടക്കാൻ കഴിയില്ല എന്ന് ബോധ്യമുള്ളത് കൊണ്ട് ഈ പ്രഖ്യാപനം നെതന്യാഹുവിന്റെ ഉള്ളിൽ കൂടുതൽ ഞെട്ടലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ഒരു പോംവഴി നിർദ്ദേശിക്കാൻ ആർക്കും കഴിയുന്നില്ല എന്നുള്ളതാണ് രസം. ഏത് പോംവഴിയും ഇസ്രായേലിന്റെ പരാജയത്തിലേക്കുള്ള സാധ്യത മാത്രമേ ആവുന്നുള്ളൂ. അത് ഇസ്രായേലിനെ സംബന്ധിച്ച് അങ്ങേയറ്റം വേദനാജനകവുമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മറ്റൊരു യുദ്ധതന്ത്രം പരീക്ഷിക്കാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ നെതന്യാഹു. പലസ്തീന്റെ വിമോചനത്തിന് വേണ്ടി പോരാടുന്നത് ഹമാസ് മാത്രമല്ല, പഴയ യാസർ അറാഫത്തിന്റെ PLOയുടെ രാഷ്ട്രീയ സംഘടനയായ ഫത്ത, മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ദി ലിബറേഷൻ ഓഫ് പലസ്തീൻ, അതല്ലെങ്കിൽ PFLP, ഹമാസിനൊപ്പം പ്രവർത്തിക്കുന്ന പലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദ് എന്ന സംഘടന, അതുകൂടാതെ ഡെമോക്രാറ്റിക് ഫ്രണ്ട് ഓഫ് ദി ലിബറേഷൻ ഓഫ് പലസ്തീൻ, അതല്ലെങ്കിൽ DFLP എന്നുള്ളൊരു സംഘടന. മറ്റൊന്ന് ഹമാസിനൊപ്പമുള്ള ഒരു സായുധ ഗ്രൂപ്പായ പോപ്പുലർ റെസിസ്റ്റന്റ് കമ്മിറ്റി അഥവാ PRC, അതുകൂടാതെ ഫത്തായുടെ സായുധ വിഭാഗമായ അൽ അക്സ മാർട്ടേഴ്സ് ബ്രിഗേഡ്, അതുകൂടാതെ സിറിയയെ പിന്തുണയ്ക്കുന്ന ഒരു തീവ്രവാദ ഗ്രൂപ്പായ ലിബറേഷൻ ഓഫ് പലസ്തീൻ ജനറൽ കമാൻഡ് അഥവാ PFLP എന്നുള്ളൊരു ഗ്രൂപ്പ്, പിന്നെ ഖിലാഫത്ത് പ്രസ്ഥാനമായ ഹിസ്ബുൾ തഹരീർ. ഇങ്ങനെ അനേകം സംഘടനകൾ പലസ്തീൻ്റെ വിമോചനത്തിന് വേണ്ടി ഇസ്രായേലുമായിട്ട് പോരാടുന്നുണ്ട്. എന്നാൽ ഇവരൊന്നും തന്നെ ഹമാസിനെ പോലെ ശക്തരല്ല. എങ്കിൽ പോലും ഇവരിൽ പല സംഘടനകളും ഹമാസിനെ സഹായിച്ചുകൊണ്ട് വെസ്റ്റ് ബാങ്കിന്റെ പല പ്രദേശങ്ങളിൽ നിലയുറപ്പിച്ചിട്ടുള്ള ഈ ഇസ്രായേലിന്റെ സൈനികരെയും സൈനിക പോസ്റ്റുകളെയും ഒക്കെ പ്രാദേശികമായി ആക്രമിക്കുന്നുണ്ട്. ഇത് ഹമാസിനേക്കാൾ IDFന് കൂടുതൽ തലവേദന ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ്. നമ്മൾ പത്രങ്ങളിലൊക്കെ വായിക്കാറുണ്ട്, ബസ് സ്റ്റോപ്പിലേക്ക് കാർ ഇടിച്ചു കയറ്റി 5 പേരെ കൊന്നു, അതല്ലെങ്കിൽ ഈ ഇസ്രായേലിൻ്റെ സൈനിക പോസ്റ്റിലേക്ക് തോക്കുമായി കയറി ചെന്ന ഒരാൾ വെടിവെച്ച് കുറേ പേരെ കൊലപ്പെടുത്തി, അവസാനം സൈന്യം അയാളെ വെടിവെച്ച് കൊന്നു എന്നൊക്കെ കേൾക്കുന്നില്ലേ? അതൊക്കെ ഇത്തരം സംഘടനകളുടെ ആളുകളാണ്. അവർ ചാവേറുകളായി ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങുകയാണ്. ഇത്തരം ആൾക്കാർ വലിയ പ്രശ്നമാണ് ഈ IDFന് സൃഷ്ടിക്കുന്നത്. ഒരിക്കലും വിശ്വസിച്ചുകൊണ്ട് സൈനിക പോസ്റ്റുകളിൽ പോലും ഇരിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ്. എപ്പോഴാവുമാർ വന്ന് കയറി ബോംബുമായിട്ട് ആക്രമിക്കുന്നു, അല്ലെ തോക്കുമായിട്ട് വന്ന് വെടിവെക്കുന്നു ഒന്നും പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ വളരെ ഭയം അവർക്കുണ്ട്. എന്നാൽ ഇവരിൽ ചില സംഘടനകളെ പണം കൊടുത്ത് പ്രലോഭിപ്പിച്ചുകൊണ്ടും വിലക്കെടുത്തുകൊണ്ടുമാണ് നെതന്യാഹുവും IDFും എങ്ങനെയും യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ ഒരു പുതിയ വഴി തേടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഗസയിൽ
ഹമാസിനെതിരായി പ്രതിഷേധത്തിന് ഈ പലസ്തീനികളെ ഇസ്രായേൽ ഇളക്കി വിട്ടിരിക്കുകയാണ്. അവരിപ്പോൾ പലസ്തീൻ്റെ പല പ്രദേശങ്ങളിലും യുദ്ധം അവസാനിപ്പിക്കാനായി ഹമാസിനെ നിർബന്ധിതമാക്കിക്കൊണ്ട് പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയാണ്. ആദ്യം 5-6 പേരിൽ തുടങ്ങിയ ഈ പ്രതിഷേധ സംഘടന ഇപ്പോൾ വളർന്ന് പല 2000-3000-ലധികം ആൾക്കാർ പങ്കെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിങ്ങനെ വളർന്നു വരികയാണ്. അവർക്ക് എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കണം എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഈ സംഘടനകൾ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഇത് വളരെ നിഷ്പക്ഷമായ ഒരു നിലപാടാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും ഇത് ശരിക്കും IDF-ന്റെ കയ്യിൽ നിന്നും പണം കൈപ്പറ്റിക്കൊണ്ടുള്ള ഒരു പുതിയ നിലപാടാണ്. ഹമാസ് പോരാടുന്നത് പലസ്തീൻ എന്നൊരു സ്വതന്ത്ര രാഷ്ട്രത്തിന് വേണ്ടിയാണ്. എന്നാൽ ഈ സംഘടനകൾ പറയുന്നത് കേട്ടാൽ ഓർക്കും ഹമാസ് ഏതുകൊണ്ട് അവരുടെ സ്വന്തമായ കാര്യങ്ങൾ നേടാൻ വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നത്, അതുകൊണ്ട് വെറുതെ ജനങ്ങളെ കൊന്നൊടുക്കാതെ യുദ്ധം അവസാനിപ്പിക്കുക എന്ന് ആവശ്യപ്പെടുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ ഈ പറഞ്ഞത്, ഇതൊരു പെയ്ഡ് പ്രോഗ്രാമാണ്. ഈ പ്രതിഷേധത്തിലൂടെ ഹമാസിൻ്റെ പിന്തുണ കുറയുമെന്നും അവർ മാനസികമായി തളർന്ന് ബന്ദികളെ വിട്ടുകൊടുത്ത് വെടിനിർത്തലിന് സമ്മതിക്കുമെന്നും നെതന്യാഹു തന്നെ ഒരു പ്രത്യാശ പ്രകടിപ്പിക്കുന്നതായി ഇസ്രായേലി പത്രങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ സംഭവിക്കുമോ എന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാൻ കഴിയും. ഇത് യുദ്ധത്തിൻ്റെ പുതിയൊരു തന്ത്രമാണ്. നെതന്യാഹുവിനെതിരെ ഇസ്രായേലിൽ വലിയ പ്രതിഷേധങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾ ഈ നെതന്യാഹുവിൻ്റെ വീട് വളയുകയും കല്ലേറും ലാത്തിച്ചാർജും ടിയർ ഗ്യാസും വെള്ളം ചീറ്റിക്കലുമായിട്ട് അലമ്പായി തീർന്നിരിക്കുകയാണ് ഇസ്രായേൽ ആകെ. ഈ ഒരു സാഹചര്യത്തിൽ നെതന്യാഹു ശരിക്കും രാജ്യത്ത് ഒറ്റപ്പെടുകയാണ്. നെതന്യാഹുവിൻ്റെ പിടിവാശി മൂലമാണ് ബന്ദികളെ തിരിച്ചെടുക്കാനും യുദ്ധം അവസാനിപ്പിക്കാനും രാജ്യം സാധാരണഗതിയിലേക്ക് മടങ്ങി വരാത്തതിനും കഴിയാത്തതിൻ്റെ പ്രധാന കാരണം എന്നൊരു വികാരം ജൂതർക്കിടയിൽ പൊതുവായി തന്നെയുണ്ട്. തന്നെയുമല്ല, ഗസയിൽ വീണ്ടും ആക്രമണം ആരംഭിച്ചതോടെ ബാക്കിയുള്ള ബന്ദികളുടെ ജീവൻ രക്ഷിക്കുന്ന കാര്യത്തിൽ തങ്ങൾക്ക് ഗ്യാരണ്ടി പറയാൻ കഴിയില്ല എന്ന ഹമാസിൻ്റെ മുന്നറിയിപ്പ് ജൂതരിൽ വലിയ പരിഭ്രാന്തിയും സൃഷ്ടിച്ചിട്ടുണ്ട്. അതാണ് ഇപ്പോൾ നെതന്യാഹുവിനെതിരായി അതിരൂക്ഷമായ പ്രതിഷേധം ഉണ്ടാവാനുള്ള കാരണം. എന്നാൽ കുറച്ച് ബന്ദികളെ കൂടി തിരിച്ചെടുത്തുകൊണ്ട് ഈ ജനങ്ങളെ സമാധാനിപ്പിക്കാൻ ഹമാസ് ഒരിക്കലും സമ്മതിക്കില്ല എന്നും ഇതേ നെതന്യാഹുവിന് അറിയാം. പകരം ആദ്യ കരാർ പ്രകാരം പൂർണ്ണമായും യുദ്ധം അവസാനിപ്പിച്ചാൽ മാത്രമേ ഇനിയുള്ള ബന്ദികളെ വിട്ടുകൊടുക്കൂ എന്ന് ഹമാസ് ഉറച്ച നിലപാടിൽ തന്നെയാണ്. ഇങ്ങനെ നെതന്യാഹുവിന് ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് പലസ്തീനിലെ സംഘടനകളെ തന്നെ ഇളക്കി വിട്ട് അവരെ വശത്താക്കി യുദ്ധം അവസാനിപ്പിക്കാത്തതിൻ്റെ പേരിൽ ഹമാസിനെതിരെ ഒരു പ്രതിഷേധ സമരം ഒരുക്കാൻ സഹായിച്ചാൽ ഇരുപക്ഷത്തെയും ജനങ്ങളുടെ പ്രതിഷേധം ശക്തമായതിനാൽ ജനങ്ങളുടെ അഭിപ്രായത്തെ മാനിച്ച് യുദ്ധം അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഈ നെതന്യാഹുവിന് തടി ഊരാൻ കഴിയും എന്ന് അയാൾ കണക്കുകൂട്ടുകയാണ്. ഇത് ചിലപ്പോൾ വർക്കൗട്ട് ആയേക്കാം. കാരണം യുദ്ധം ആരംഭിച്ചതും ഈ അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നതും എല്ലാം തന്നെ നെതന്യാഹുവാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ നാണക്കേടില്ലാതെ ഇതിൽ നിന്നും തടി ഊരാനാണ് അയാൾ ഇപ്പോൾ ശ്രമിക്കുന്നത്. എന്നാൽ സമ്മർദ്ദ തന്ത്രങ്ങൾ ഉപയോഗിച്ച് ഗസയെ പൂർണ്ണമായി കീഴടക്കി അത് പിടിച്ചെടുത്ത് സ്വന്തമാക്കാം എന്ന സ്വപ്നം തകർന്ന സ്ഥിതിക്ക് ഇനി യുദ്ധം ചെയ്യുന്നതിൽ കാര്യമില്ല എന്ന് നെതന്യാഹു മനസ്സിലാക്കിയിരിക്കുകയാണ്. തന്നെയുമല്ല, ഇപ്പോൾ തന്നെ പല തവണയുള്ള ആക്രമണത്തിൽ പല ഭാഗങ്ങൾ തകർന്നുള്ള ബെൻഗുരിയോൺ വിമാനത്താവളം പൂർണ്ണമായും തകർക്കുമെന്ന ഹൂത്തികളുടെ ഭീഷണി ഇസ്രായേലിലേക്ക് ആർക്കും വരാൻ കഴിയാത്ത വിധം അന്താരാഷ്ട്ര ബന്ധങ്ങൾ തകരാറിലാക്കും എന്ന ഭയവും നെതന്യാഹുവിനെ വല്ലാതെ അലട്ടുകയാണ്. ഇവിടേക്ക് പ്രതിരോധ സംവിധാനങ്ങളും സൈന്യങ്ങളുമെല്ലാം മാറ്റുക എന്നത് അത്ര പ്രായോഗികമായ ഒരു പരിപാടിയൊന്നുമല്ല. അതുകൊണ്ട് എന്ത് തന്ത്രം ഉപയോഗിച്ചും യുദ്ധത്തിൽ നിന്നും ഹൂത്തികളുടെ ആക്രമണത്തിൽ നിന്നും പിൻവലിയാനുള്ള നെതന്യാഹുവിൻ്റെ മുന്നിലുള്ള ഏക പോംവഴി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.